നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പരിപ്പ് ഫ്രൈ ഉണ്ടാക്കാം. പരിപ്പ് കുക്കറിലിട്ട് വിസിലടിച്ച് വേവിച്ച് അങ്ങോട്ട് വെക്കുക. വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളുത്തുള്ളി ഇട്ട് വറുത്തങ്ങോട്ട് എടുക്കണം. വറുത്ത് വരുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളക് ഇടുന്നു. പച്ചമുളകും നന്നായിട്ട് വറുത്തെടുക്കുക. പിന്നെ ചെറിയുള്ളിയാണ് വേണ്ടത്. ഇല്ലാത്തതുകൊണ്ട് സവാള ഇടുന്നു. നന്നായിട്ട് മൊരിച്ചെടുക്കണം. മൊരിഞ്ഞു വരുമ്പോൾ 1 സ്പൂൺ ചതച്ച മുളകും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റി അങ്ങോട്ട് മൊരിക്കുക. ഇനി 1-2 വറ്റൽമുളക് ഇടുക. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് കറിവേപ്പിലിടുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർക്കുക. മിക്സ് ചെയ്ത് മൊരിഞ്ഞങ്ങോട്ട് വരുമ്പോൾ പരിപ്പെടുത്തിട്ട് അങ്ങോട്ട് തട്ടുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇറക്കുന്നതിന് മുമ്പ് 1 സ്പൂൺ നറുനെയ്യും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഗതി റെഡി. അടിപൊളി. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പരിപ്പ് ഫ്രൈ ഉണ്ടാക്കാം. പരിപ്പ് കുക്കറിലിട്ട് വിസിലടിച്ച് വേവിച്ച് അങ്ങോട്ട് വെക്കുക. വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളുത്തുള്ളി ഇട്ട് വറുത്തങ്ങോട്ട് എടുക്കണം. വറുത്ത് വരുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളക് ഇടുന്നു. പച്ചമുളകും നന്നായിട്ട് വറുത്തെടുക്കുക. പിന്നെ ചെറിയുള്ളിയാണ് വേണ്ടത്. ഇല്ലാത്തതുകൊണ്ട് സവാള ഇടുന്നു. നന്നായിട്ട് മൊരിച്ചെടുക്കണം. മൊരിഞ്ഞു വരുമ്പോൾ 1 സ്പൂൺ ചതച്ച മുളകും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റി അങ്ങോട്ട് മൊരിക്കുക. ഇനി 1-2 വറ്റൽമുളക് ഇടുക. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് കറിവേപ്പിലിടുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർക്കുക. മിക്സ് ചെയ്ത് മൊരിഞ്ഞങ്ങോട്ട് വരുമ്പോൾ പരിപ്പെടുത്തിട്ട് അങ്ങോട്ട് തട്ടുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇറക്കുന്നതിന് മുമ്പ് 1 സ്പൂൺ നറുനെയ്യും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഗതി റെഡി. അടിപൊളി. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പരിപ്പ് ഫ്രൈ ഉണ്ടാക്കാം. പരിപ്പ് കുക്കറിലിട്ട് വിസിലടിച്ച് വേവിച്ച് അങ്ങോട്ട് വെക്കുക. വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളുത്തുള്ളി ഇട്ട് വറുത്തങ്ങോട്ട് എടുക്കണം. വറുത്ത് വരുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളക് ഇടുന്നു. പച്ചമുളകും നന്നായിട്ട് വറുത്തെടുക്കുക. പിന്നെ ചെറിയുള്ളിയാണ് വേണ്ടത്. ഇല്ലാത്തതുകൊണ്ട് സവാള ഇടുന്നു. നന്നായിട്ട് മൊരിച്ചെടുക്കണം. മൊരിഞ്ഞു വരുമ്പോൾ 1 സ്പൂൺ ചതച്ച മുളകും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റി അങ്ങോട്ട് മൊരിക്കുക. ഇനി 1-2 വറ്റൽമുളക് ഇടുക. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് കറിവേപ്പിലിടുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർക്കുക. മിക്സ് ചെയ്ത് മൊരിഞ്ഞങ്ങോട്ട് വരുമ്പോൾ പരിപ്പെടുത്തിട്ട് അങ്ങോട്ട് തട്ടുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇറക്കുന്നതിന് മുമ്പ് 1 സ്പൂൺ നറുനെയ്യും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഗതി റെഡി. അടിപൊളി.